ഹലോ എവരിവൺ. സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഫോർത്ത് മൊഡ്യൂളാണ്. അതായത് ബേസിക് മെക്കാനിക്കൽ പാർട്ടിലുള്ള ഫസ്റ്റ് മൊഡ്യൂൾ. ബേസിക്കലി നമുക്ക് അതിനകത്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ അനാലിസിസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾസ് ലൈക്ക് കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് IC എഞ്ചിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. പക്ഷേ അത് ഡയറക്റ്റ്ലി ആ സൈക്കിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തെർമോഡൈനാമിക്സ്, ബേസിക്കലി തെർമോഡൈനാമിക് സൈക്കിൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഓട്ടോ സൈക്കിൾ ആയാലും ഡീസൽ സൈക്കിൾ ആയാലും കാർനോട്ട് സൈക്കിൾ ആയാലും പിന്നെ IC എഞ്ചിൻ ആയാലും ഒക്കെ എന്താണ് തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി തെർമോഡൈനാമിക്സിന്റെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് നമുക്ക് കിട്ടണം. ഓക്കെ, നമുക്ക് ഇനീഷ്യലി ആ ജസ്റ്റ് ഒന്ന് ബേസിക് കോൺസെപ്റ്റ് സ്പീഡിലൊന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങാം, ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ബേസിക്കലി തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ thermodynamics is the study of transformation of energy. Thermodynamics is the study of which deals with the transformation of energy and its effect on properties of a substance. Okay, study of energy and energy transfer ആണ്. മോഡ് ഓഫ് എനർജിയെ പറ്റിയും അതിൻ്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് ജനറലി നമ്മൾ പഠിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ജനറലി പറയാറുണ്ട് തെർമോഡൈനാമിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഓഫ് 3E, സയൻസ് ഓഫ് 3Es, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം, എനർജി ആൻഡ് എൻട്രോപ്പി. ഓക്കെ, ജനറലി ഒരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, തെർമോഡൈനാമിക്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസ് വരുന്നുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അങ്ങനെയുള്ള കുറേ ലോസ് വരുന്നു. ഓക്കെ, നമ്മൾ പക്ഷേ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് കോൺസെപ്റ്റ്സ് മാത്രം മതി. നമ്മൾ ഈ ആപ്ലിക്കേഷൻ, നമ്മൾ തെർമോഡൈനാമിക്സിന് ഉണ്ടാകുന്ന ജനറലി കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമുക്ക് ജനറലി എന്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനല്ലോ. അതാണ് എന്ത് ഇന്റേണൽ കമ്പൽഷൻ എൻജിൻസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും IC എൻജിൻസ് പറയും. ഓക്കെ, IC എൻജിൻസ്, ഇതിനെ പറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് പോലെ. വേറെയും കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ഗ്യാസ് ടർബൈൻ ഉണ്ട്, എയർ കണ്ടീഷൻ, നമ്മൾ റെഫ്രിജറേറ്റർ നോക്കാനുണ്ട്. റൈറ്റ്, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത മൊഡ്യൂളിൽ നോക്കാനുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മെയിൻലി തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ PMEയിൽ നമ്മൾ ബേസിക് മെക്കാനിക്കൽ പാർട്ടിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, നമ്മൾ ജസ്റ്റ് എപ്പോഴും തെർമോഡൈനാമിക്സ് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു കോൺസെപ്റ്റാണ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സിസ്റ്റം എന്താണ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ് ചെയ്യണം അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ എന്തൊരു പരീക്ഷണമോ എന്തൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും അല്ലേ, നമ്മൾ സ്റ്റഡി നടത്തുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് നോൺ ആസ് എ സ്പേസ് or a constrained area upon which our attention is concentrated on. എവിടെയാണ് സിസ്റ്റം ചിലപ്പോൾ അതൊരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആയിരിക്കും, റൈറ്റ്, മാസ് ഓഫ് സബ്സ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പേസ് ആയിരിക്കും. ഓക്കെ, ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഒരേ എങ്ങനെ എന്തായിരിക്കാം ഒരു സ്പേസ് ആയിരിക്കാം. അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അറ്റൻഷൻ ഫോക്കസ് ചെയ്യും. റൈറ്റ്, ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ or a region of space where our attention is focused. റൈറ്റ്, അതിനാണ് നമ്മൾ പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. സോ എനിത്തിങ് എക്സ്റ്റേണൽ, നമ്മൾ എടുക്കുന്നത് ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണെങ്കിൽ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റത്തിന് പുറമേ വരുന്നത് എന്തും, ഓക്കെ, എനിത്തിങ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ഈസ് നോൺ ആസ് സറൗണ്ടിങ്. ഓക്കെ, എനിത്തിങ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ഈസ് നോൺ ആസ് സറൗണ്ടിങ്. അതുപോലെ ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹോൾ ഉണ്ടാവും. ഓക്കെ, ഒരു ലിമിറ്റിംഗ് റീജിയൻ ഉണ്ടാവും. ഇതിനെയാണ് ഞാനെന്ത് പറയുന്നത് ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ബൗണ്ടറി. ഓക്കെ, സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത് ബൗണ്ടറി. ഇനി സിസ്റ്റം തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ജനറലി ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ. ഓക്കെ, ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം എടുത്തു. ഓക്കെ, ഇതാണ് സിസ്റ്റം അല്ലെങ്കിൽ ഇതൊരു സിസ്റ്റം. ഓക്കെ, ഇതിനകത്തേക്ക് എനർജി ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഓക്കെ, എനർജി ട്രാൻസ്ഫർ പോസിബിൾ ആണ്, പക്ഷേ ഇതിനകത്തുള്ള മാസ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ട് കപ്പ് ഓഫ് ടീ എടുത്തു. ഓക്കെ, ഇതിനകത്ത് ക്വാണ്ടിറ്റി ഓഫ് ടീ ഉണ്ടാവുമല്ലോ, റൈറ്റ്. ഇത് ഇപ്പോൾ ഹോട്ടായിരിക്കുമല്ലോ, കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഇത് തണുക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനർജി എന്താണ് പുറത്തോട്ട് പോകുന്നത്, അതുകൊണ്ടാണല്ലോ തണുക്കുന്നത് അല്ലേ.
തണുപ്പ് ഫീൽ ചെയ്യുന്നതിന് അതിൽ ഹോട്ട്നെസ് കുറയുന്നതുകൊണ്ട് അതിനകത്ത് ഹോട്ട് എനർജി പുറത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഈ മാസ് എന്താണ്? ഫിക്സഡ് ആണ്. അങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സിസ്റ്റം എന്ന് എടുത്താൽ ഇതിനകത്തേക്ക് എനർജി ട്രാൻസ്ഫർ നടക്കും, മാസ് ട്രാൻസ്ഫർ നടക്കും. അതാണെന്ത്? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിസ്റ്റം എടുത്താൽ എനർജി ട്രാൻസ്ഫർ നടക്കും, മാസ് ട്രാൻസ്ഫർ നടക്കും. നമ്മളൊരു ടർബൈൻ എടുത്ത് അല്ലെങ്കിൽ ഒരു IC എഞ്ചിൻ എടുത്തു അല്ലേ, ഒരു IC എഞ്ചിൻ എടുത്താൽ ഇതിനകത്തേക്ക് ഒരു ഫ്യൂവൽ വരുന്നുണ്ടല്ലോ അല്ലേ, മാസ് ഓഫ് ഫ്യൂവൽ, എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു മാസ് ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു മാസ് ഔട്ട്പുട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അറ്റ് എ ടൈം ഒരു എനർജി ഹീറ്റ് അഡീഷൻ നടക്കുന്നുണ്ട് അല്ലേ, ഒരു എനർജിയും കൊടുക്കുന്നുണ്ട്, ഒരു എനർജി പുറത്തോട്ട് പോകുന്നുണ്ട്. റൈറ്റ്? അല്ലെങ്കിൽ ഒരു ടർബൈൻ എടുത്താലോ ഒരു ടർബൈൻ എടുക്കുന്നു. ഓക്കെ, നമ്മളൊരു ടർബൈനോ ഒരു പമ്പോ എന്തെങ്കിലും എടുക്കുന്നു. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു. ഒരു ഹൈഡ്രോളിക് ടർബൈൻ ആണെങ്കിൽ അങ്ങനെ ഒരു ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു, ഫ്ലൂയിഡ് പുറത്തോട്ട് പോകുന്നു അല്ലേ. അതിനപ്പുറം നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു വർക്ക് ഡൺ പുറത്തോട്ട് കിട്ടുന്നുണ്ട്, ഒരു എനർജി. ഒരു ടർബൈൻ കറക്കിയാൽ നമുക്കൊരു വർക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതിനകത്ത് എനർജി ട്രാൻസ്ഫറും പോസിബിൾ ആണ്, മാസ് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റം എടുത്താൽ അതിനകത്തേക്ക് എനർജിയും പോസിബിൾ അല്ല, മാസും പോസിബിൾ അല്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി ഏതൊരു സിസ്റ്റം എടുത്താലും ഏതൊരു സിസ്റ്റം എടുത്താലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സർട്ടൻ ഡിഫൈൻഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കാണുമെങ്കിൽ അയാൾക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഇത്ര വെയിറ്റ് ഉണ്ട്, ഇതൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ് അയാളെ ഒരു ഹ്യൂമണിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് അല്ലേ. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഹൈറ്റ്, വെയിറ്റ് എന്നൊക്കെ ഉള്ളത്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ. സിമിലർലി ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സിസ്റ്റം. ദി സിസ്റ്റം ഈസ് ഐഡന്റിഫൈഡ് ബൈ സം ക്വാണ്ടിറ്റീസ് ലൈക്ക് അതിന് എക്സാമ്പിൾ എന്തൊക്കെ? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇതൊക്കെ. ഓക്കെ, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനെയാണ്. റൈറ്റ്? ഒരു 2 പോയിന്റ് ഫസ്റ്റ് ഡീൽ ചെയ്യാനുള്ളത് കാർനോട്ട് സൈക്കിളാണ്. ഓക്കെ, കാർനോട്ട് സൈക്കിൾ ബേസിക്കലി കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഐഡിയൽ കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് എൻ ഐഡിയൽ സൈക്കിൾ. പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത, പ്രാക്ടിക്കലി ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു സൈക്കിളാണ് എന്ത്? കാർനോട്ട് സൈക്കിൾ. പക്ഷേ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്, മാക്സിമം എഫിഷ്യൻസി. ഒരു സൈക്കിള് തന്നാൽ നമുക്കൊരു സൈക്കിൾ തന്നു. ആ സൈക്കിളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പാരാമീറ്റർ, പെർഫോമൻസ് പാരാമീറ്റർ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്ററിനാണ് നമ്മൾ പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി ബേസിക്കലി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി തരുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈക്കിൾസിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാക്സിമം, ഒരിക്കലും ഞാൻ 100% എഫിഷ്യൻസി എവിടെയും പറയുന്നില്ല, മാക്സിമം എമൗണ്ട് ഓഫ് എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. കാർനോട്ട് സൈക്കിൾ. പക്ഷെ എന്താണ്? ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പം നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏതൊരു സൈക്കിൾ ഉണ്ടാക്കിയാലും, കാർ ഓട്ടോ സൈക്കിൾ ആയാലും ശരി, ഡീസൽ സൈക്കിൾ ആയാലും ശരി, ഏത് സൈക്കിൾ എടുത്താലും എന്താണ്? ഇതിൻ്റെയൊക്കെ എഫിഷ്യൻസി എന്തിനേക്കാൾ കുറവായിരിക്കും? കാർനോട്ട് സൈക്കിളിനേക്കാൾ കുറവായിരിക്കും. സോ ബേസിക്കലി കാർനോട്ട് സൈക്കിൾ ഈസ് എ തെർമോഡൈനാമിക് എയർ സൈക്കിൾ ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് 4 പ്രോസസ്. ദീസ് ആർ ഓൾസോ കോൾഡ് ആസ് എയർ. നമ്മളിനി പറയാൻ പോകുന്നതൊക്കെ എന്തുകൊണ്ട് പറയും? എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസും കൂടെ പറയും. നമ്മളിനി പറയാൻ പോകുന്ന സൈക്കിൾസിനെയൊക്കെ ഞാൻ എന്താ പറയും? ദേ ആർ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. കാരണം ഇതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മൾ ഏതിലാണോ ആ ഒരു സൈക്കിൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വർക്കിങ്ങിന് വേണ്ടി ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും, അത് എയർ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ മുഴുവൻ പറയാൻ പോകുന്നത്. സോ
basically Carnot cycle is an air standard cycle അല്ലെങ്കിൽ air cycle consisting of 4 processes. 4 പ്രോസസ്സുകൾ ഉണ്ടാവും. എന്തൊക്കെ? One is isothermal process, then isothermal expansion. One is isothermal expansion, adiabatic compression, isothermal compression, then adiabatic expansion. These are the 4 processes in and Carnot cycle. Okay, so heat is supplied and rejected isothermally. Expansion, compression of air takes place adiabatically. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ഗിവൺ മാസ് ഓഫ് എയർ ഇൻ എ സിലിണ്ടർ ഇൻസൈഡ് വിച്ച് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ സ്ലൈഡ്സ്. ഈ സിലിണ്ടറിനുള്ളിൽ എന്തുണ്ട്? നമുക്ക് എയർ ഉണ്ട്, സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് എയർ ഉണ്ട്, അതിൻ്റെ മാസ് എം ആണ്. ഓക്കെ, മാസ് എം ആണ് പിസ്റ്റൺ സിലിണ്ടർ. ഇപ്പോൾ ഇനീഷ്യലി അതെന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റിലാണ്. ഇറ്റ് ഈസ് അറ്റ് സ്റ്റേറ്റ് ഓഫ് 1. പ്രഷർ ഈസ് P1, വോളിയം ഈസ് V1, ടെമ്പറേച്ചർ T1. ഓക്കെ, ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്? ഹീറ്റ് ഈസ് സപ്ലൈ ടു ദ എയർ ഐസോതെർമലി ആണ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് പുറമേ നിന്ന് ഒരു എക്സ്റ്റേണൽ ബോഡി യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു യൂസിങ് ആൻ എക്സ്റ്റേണൽ ബോഡി. റൈറ്റ്? എങ്ങനെ? ഐസോതെർമലി. ഓക്കെ, സോ ഐസോതെർമലി ഇതിനകത്തേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ഹീറ്റ് ആഡ് ചെയ്യണം. എനിക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ ഹീറ്റാണല്ലോ ആഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പ്രഷർ കൂടും, ടെമ്പറേച്ചറും കൂടും. ഓക്കെ, ഹീറ്റ് ആഡ് ചെയ്ത സിസ്റ്റത്തിൽ ഹീറ്റ് കൊടുത്താൽ ടെമ്പറേച്ചർ കൂടുമല്ലോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, പ്രഷർ കുറച്ച് ഈ സ്ലൈഡിനെ ഒന്ന് സിലിണ്ടറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് എന്ത് പറയുന്നത്? നമ്മൾ ഒന്നാമത്തെ പ്രോസസ്സിന് എന്ത് പറയുന്നു? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് എവിടെ എത്തി? എക്സ്പാൻഡ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് എത്തി. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്. എവിടെ എത്തി? എക്സ്പാൻഡ് ചെയ്ത് സെക്കൻഡ് സ്റ്റേറ്റിലെത്തി. There is expansion at a constant temperature till T1 till the state 2 reaches. And this process is represented by curve 1 to 2. അതാണ് ഈ curve 1 to 2. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി PV ഡയഗ്രം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്? ഒരു പ്രഷർ വോളിയം ഡയഗ്രത്തിലാണ്. Okay, and during this process heat is absorbed from the hot body and equal amount of work is done at air. Any state ഇതിലെത്തി 2ലേക്ക് എത്തി. At state 2 the source of heat is removed. നമ്മൾ എക്സ്റ്റേണലി എന്തിൻ്റെ കൊണ്ടോ ഈ സിലിണ്ടറിൻ്റെ പുറത്ത് ഫസ്റ്റ് സ്റ്റേറ്റിൽ ഇതായിരുന്നു, സെക്കൻഡ് സ്റ്റേറ്റിൽ ഇതായിരുന്നു, ഇവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്നാണ് നമ്മൾ ഇതെടുത്തത്? ഹീറ്റ് എടുത്തത് അല്ലേ? നമ്മൾ അതിനെ റിമൂവ് ചെയ്തു. ഹീറ്റ് ഈസ് റിമൂവ് ആൻഡ് എയർ ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് അഡിയബാറ്റിക്കലി. ഇതിനെ എന്ത് ചെയ്യുന്നു? എയർ അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യാൻ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യും. അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഹീറ്റ് 0 ആയിരിക്കും. ഓക്കെ, സോ എക്സ്പാൻഡ്സ് അഡിയബാറ്റിക്കലി ടിൽ സ്റ്റേറ്റ് 3 റീച്ചസ്. സോ ടിൽ 3ലേക്ക് റീച്ച് ചെയ്യുമ്പോൾ എന്താ? ഈ വീണ്ടും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ച് ആയി റെസ്പെക്റ്റീവ്ലി P3, V3, T3. So during the process 2 to 3 work is done by the air utilizing its internal. അല്ലെ, നമ്മുടെ ഈ സിസ്റ്റം 2 ഇത് 2 ഇത് 3 2 3ലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു വർക്ക് വേണം അല്ലെ? ഒരു വർക്ക് കിട്ടാണ്ട് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എനർജി യൂസ് ചെയ്തിട്ടുള്ള എക്സ്പാൻഡ് ചെയ്യും. അതിനെന്ത് ചെയ്യുക? ഈ ഓൾറെഡി ഇതിനുള്ളിലെ എയറിൻ്റെ എനർജി, അതിനുണ്ടാവുന്ന ഒരു ഇന്റേണൽ എനർജി ഉണ്ടാവും, അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് സ്റ്റേറ്റ് യൂട്ടിലൈസിങ് ഇറ്റ്സ് ഇന്റേണൽ എനർജി. സോ സ്റ്റേറ്റ് 3ൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണലി നമ്മൾ ഇവിടെ നേരത്തെ ഒരു ഹോട്ട് ബോഡി വെച്ച പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു കോൾഡ് ബോഡി വെക്കും. ഓക്കെ, ദെൻ ഹീറ്റ് ഈസ് റിജക്റ്റഡ്. ഹീറ്റ് ഈസ് റിജക്റ്റഡ് ഐസോതെർമലി ടു ദ കോൾഡ് ബോഡി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ T3. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയും. ഓക്കെ, സോ തേർഡ് പ്രോസസ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, തേർഡ് പ്രോസസ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. സോ നമ്മൾ എന്ത് എഴുതു? 2 to 3ലേക്ക് എത്തി, ദാറ്റ് ഈസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ദെൻ 3 4ലേക്ക് എത്തി, ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, ഐസോതെർമൽ കംപ്രഷൻ എത്തി. Then during this process work is done on air and it is an equal amount of heat is rejected to the cold body. So state 4 cold body is remove ചെയ്തു. 4ലെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോൾഡ് ബോഡിനെ റിമൂവ് ചെയ്തു. Then air is compressed again adiabatically. So 2 ഐസോതെർമൽ പ്രോസസ്സുകളും 2 അഡിയബാറ്റിക് പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഓക്കെ, ടു ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ വീണ്ടും എത്തി. ദാറ്റ് ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്.
ഓക്കെ, അഡിയബാറ്റിക് കംപ്രഷൻ. ഇനീഷ്യലി എവിടെ എത്തി? 1ലേക്ക് തന്നെ തിരിച്ചെത്തി. സോ ഇതാണ് എന്താണ് പറയുന്നത്? കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഐസോതെർമൽ കംപ്രഷൻ, ദെൻ അഡിയബാറ്റിക് isothermal compression, then first isothermal expansion, then adiabatic expansion, isothermal compression, then adiabatic compression. These are the four processes in Carnot cycle. Okay, നമുക്ക് ഈ ഒരു കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ആ ഡെറിവേഷൻ ഒന്ന് അറിഞ്ഞു നോക്കണം നമ്മളെപ്പോഴും. ഓക്കെ, ഈ ഡെറിവേഷൻ വരാം, ഡെറിവേഷനോട് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും വരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോസസ് ഫോർ അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ് ഇതായിരുന്നു, 2 3ലേക്ക് എത്തുന്ന പ്രോസസ് അല്ലേ. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ദിസ് ഈസ് എ PV ഡയഗ്രാം. ഓക്കെ, ഇതേ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു TS ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിലും വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ടെമ്പറേച്ചർ എൻട്രോപ്പി. ആദ്യത്തെ പ്രോസസ് എന്തായിരുന്നു? ഐസോതെർമൽ ആയിരുന്നു അല്ലേ. അപ്പോൾ 1 to 2 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. രണ്ടാമത്തേത് 2 to 3 എന്ന് പറയുന്ന അഡിയബാറ്റിക് പ്രോസസ്സുകളാണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഈ ഡെഫിനിഷൻ സ്റ്റാൻഡേർഡ് സൈക്കിളൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ്, അതായത് ഇതൊക്കെ റിവേഴ്സിബിൾ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, സോ റിവേഴ്സിബിൾ അഡിയബാറ്റിക്. ബേസിക്കലി റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സുകളെ നമ്മൾ എന്തും കൂടെ പറയും? ഐസെൻട്രോപിക് പ്രോസസ് എന്നുകൂടെ പറയും. ഓക്കെ, ഐസെൻട്രോപിക്, അതായത് കോൺസ്റ്റന്റ് എൻട്രോപിക് പ്രോസസ് എന്ന് പറയും. കോൺസ്റ്റന്റ് എൻട്രോപിക്. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒക്കെ പറയുന്ന പോലെ വേറൊരു പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്? എൻട്രോപ്പി. സോ കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്ന് പറയുമ്പോൾ എന്തായി? 2 to 3 ഇങ്ങനെ വരും. ദെൻ 3 to 4 അഗെയിൻ ഐസോതെർമൽ വരും. 4 to 1 അഗെയിൻ റിവേഴ്സിബിൾ അഡിയബാറ്റിക്. So this is the representation of Carnot cycle in a TS diagram. Okay, now we will go adiabatic expansion process, that is 2 to 3. 2 to 3. So ഒരു adiabatic പ്രോസസ്സുകളുടെ certain relations ഉണ്ട് നമുക്ക്. ഓക്കെ, അതിൽ വരുന്നതാണ് ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നത് V3/V2 is equal to T2/T3 all raised to 1/gamma-1 എന്ന് പറയുന്നത്. ഇതിൽ ഗാമ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു അഡിയബാറ്റിക് പ്രോസസ്സുകൾ ജനറലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത് V3/T3, V3/V2. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ? T2/T3 is equal to V3/V2 all raised to gamma-1 ആണ്. അത് നേരെ ആ gamma-1 ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് തിരിച്ചെഴുതിയെന്നുള്ളത്. അതുകൊണ്ടാണ് 1/gamma-1 വരുന്നത്. ഓക്കെ, V3/V2 is equal to എന്താണ്? T2/T3 all raised to 1/gamma-1. ഇനി പ്രോസസ് 4 to 1 എടുത്ത് അതും എന്താണ്? അഡിയബാറ്റിക് പ്രോസസ് ആണ്. V4/V1 is equal to T1/T4 all raised to 1/gamma-1. സിൻസ് ഓക്കെ, ഈ ഡയഗ്രാം പ്രകാരം T1ഉം T4ഉം എന്താണ്? സോറി, T1ഉം T2ഉം ഈക്വലാണ്, T3യും T4ഉം ഈക്വലാണ് അല്ലേ. T3യും T4 ഈക്വലാണ്, T1ഉം T2 ഈക്വലാണ്. ഓക്കെ, T1 T2 ഈക്വലാണ്, ഈക്വൽ ടു T4 ഈക്വൽ ടു T3. ഓക്കെ, സോ നമ്മൾ ഇവിടെ T2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ വേണമെങ്കിൽ T1 T2/T3 എന്ന് എഴുതിയാൽ എന്താണ്? ഈക്വൽ T2/T3. T ഈക്വൽ ടു എന്താണ്? T2 എന്ന് പറഞ്ഞാൽ T1 ഈക്വൽ ആണ്, T3 എന്ന് പറഞ്ഞാൽ T4 ഈക്വൽ, അപ്പോൾ T1/T4 ആണ്. സോ ഈ ടേം റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? V3/V2 is equal to എന്ത് വരും? V4/V1 എഴുതാം. ഓക്കെ, V3/V2 is equal to V4/V1 എഴുതാം. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാമെങ്കിൽ എങ്ങനെ? ഈ V2 ഇങ്ങോട്ടും ഈ V3 ഇങ്ങോട്ട് കണക്ട് ചെയ്ത് എഴുതി എന്ത് വരും? V4 ഇങ്ങോട്ട് V2 ഇങ്ങോട്ട് എടുത്താൽ V2/V1 is equal to V3/V4 എന്ന് എഴുതാമെങ്കിൽ. ഓക്കെ, V2/V1 is equal to V3/. ജനറലി ഒരു പെർഫെക്റ്റ് ഗ്യാസ്, ഒരു ഗ്യാസസിൻ്റെ പെർഫെക്റ്റ് ഗ്യാസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് PV/T ഈക്വൽ ടു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ P1V1/T1 ഈസ് ഈക്വൽ ടു P2V2/T2 ആണ്. ഓക്കെ, ഇനി ഇതിൽ P കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഓക്കെ, P കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായി? P1ഉം P2 ഈക്വൽ ആയില്ലേ. അപ്പോൾ എന്ത് വരും? V1/T1 ഈസ് ഈക്വൽ ടു V2/T2
T2 എന്ന് വരും. ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വരുമ്പോൾ ഉണ്ടാവും. ഇനി വി ആണ് കോൺസ്റ്റന്റ് എങ്കിൽ എന്ത് വരും? P1/T1 ഈസ് ഈക്വൽ ടു P2/T2 എന്ന് വരും. ഇനി ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് എങ്കിൽ ഐസോതെർമൽ പ്രോസസ് ആണ് എന്ത് വരും? P1V1 ഈസ് ഈക്വൽ ടു P2V2 എന്ന് വരും. സിമിലർലി അഡിയബാറ്റിക് പ്രോസസ്സുകളെ Q0 ആയിട്ടുള്ള അഡിയബാറ്റിക് പ്രോസസ്സുകളെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ത്? P/Γ ഈക്വൽ ടു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ P1V1 ഈസ് ഈക്വൽ ടു P2V2 ഗാമ. ഇതിൽ ഗാമ എന്ന് പറയുന്നത് എന്താണ്? അഡിയബാറ്റിക് ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, അഡിയബാറ്റിക് ഇൻഡെക്സ് എന്ന് പറയും. അഡിയബാറ്റിക് ഇൻഡെക്സ്. ഓക്കെ, അഡിയബാറ്റിക് ഇൻഡെക്സ്. സോ ഇതാണ് PV/γ. ഇതാണ് അഡിയബാറ്റിക്കിന്റെ റിലേഷൻ. ഇനി ടെമ്പറേച്ചർ ഇതേ അഡിയബാറ്റിക്കിന് എന്ത് ചെയ്യാം? T2/T1 ഈസ് ഈക്വൽ ടു V1/V2 ഓൾ റേസ് ടു γ-1 എഴുതാം. ഇത് ടെമ്പറേച്ചറും വോളിയവും നമ്മളുടെ റിലേഷനാണ്. ഇനി ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ എഴുതണമെങ്കിൽ T2/T1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? P2/P1 ഓൾ റേസ് ടു γ-1/γ എന്ന് എഴുതാം. ഓക്കെ, γ-1/γ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ്. ഇതാണ് 3 റിലേഷൻ. എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? അഡിയബാറ്റിക് പ്രോസസ്സുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സൈക്കിൾസിലേക്ക് തിരിച്ചു വരാം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തു അല്ലേ? ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിനും പർട്ടിക്കുലർ വാല്യൂ ആയി കഴിഞ്ഞാൽ ഞാൻ അതിന് പറയും അതൊരു സ്റ്റേറ്റിലാണെന്ന് പറയും. ഓക്കെ, അതായത് അതിന് ഇത്ര പ്രഷറുണ്ട്, ഇത്ര വോളിയം ഉണ്ട്, ഇത്ര ടെമ്പറേച്ചർ ഉണ്ട്, റൈറ്റ്? ഇതൊക്കെ കൂടി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? ഈ സിസ്റ്റം ഒരു പോയിന്റിലാണ്, ഇതൊരു സ്റ്റേറ്റിലാണ്. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റേറ്റ് 1, റൈറ്റ്? ഇനി ഇതിലേക്ക് ഞാൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി, ആ സിസ്റ്റത്തിലേക്ക് കുറച്ച് ഹീറ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഹീറ്റ് റിമൂവ് ചെയ്തു. ഓക്കെ, ഒരു സിസ്റ്റത്തിലേക്ക് കുറച്ച് ഹീറ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഹീറ്റ് റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് വർക്ക് പുറത്തോട്ടെടുത്തു. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ആ സിസ്റ്റത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താവും? ചേഞ്ച് ആവും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താവും? പുതിയ പ്രോപ്പർട്ടീസിലേക്ക് മാറും. പ്രഷർ മാറി, വോളിയം മാറി, ടെമ്പറേച്ചർ മാറി, റൈറ്റ്? അപ്പോൾ എന്ത് വരും? അത് പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോകും, റൈറ്റ്? സ്റ്റേറ്റ് 2ലേക്ക് പോകും. ഓക്കെ, ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കാൻ വേണ്ടി, ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടത്താണ് 1 നിന്ന് 2ലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഹീറ്റ് ആഡ് ചെയ്തല്ലോ, അല്ലെങ്കിൽ വർക്ക് ആഡ് ചെയ്തു, അല്ലെങ്കിൽ വർക്ക് റിമൂവ് ചെയ്തു, അങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പ്രോസസ്. അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോസസ്സിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ ഉണ്ട് നമുക്ക്. ഓക്കെ, വൺ ഈസ് നമ്മൾ ഓരോ പ്രോപ്പർട്ടീനെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട്, ഒന്ന് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്. ഓക്കെ, പിന്നെ ഒന്ന് ഇതിലെന്തായിരിക്കും? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നീട് കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ പ്രോസസ്. കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ പ്രോസസ്. വേറൊരു പ്രോസസ് ഉണ്ട് അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായി? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണത് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് അഡീഷൻ Q. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് അഡീഷൻ 0 ആയിരിക്കും. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് അഡീഷൻ 0 ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഹീറ്റ് അഡീഷൻ 0 ആയിരിക്കും ആ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകളുണ്ട് നമുക്ക്. ഓക്കെ, ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകളായിരിക്കും നമ്മൾ എന്തിലേക്ക് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കിൾസിലേക്ക്
യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈക്കിൾസിൽ യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ പ്രോസസ്സിന് 2 ടൈപ്പ് കൂടെ ഒരു ക്ലാസ്സിഫൈ ഉണ്ട്. വൺ ഈസ് റിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, വൺ ഈസ് റിവേഴ്സിബിൾ പ്രോസസ്, വേറെ ഒന്ന് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും. ബേസിക്കലി റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ആണ്. ആക്ച്വലി അങ്ങനെ നടക്കൂല. നമ്മൾ നാച്ചുറലി യൂണിവേഴ്സിൽ ഒക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. ഓക്കെ, ഒരു ഐഡിയ എന്ന് പറയാൻ കാരണം എന്താ, നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ് 1 നിന്ന് 2ലേക്ക് വന്നു അല്ലേ, 1 നിന്ന് 2ലേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഈ പ്രോസസ് റിവേഴ്സിബിൾ ആണെങ്കിൽ, ഓക്കെ, ആവണമെങ്കിൽ എന്തായിരിക്കണം, ഇതിനെ തിരിച്ച് 2 നിന്ന് 1ലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം. എങ്ങനെ? ത്രൂ ദ സെയിം പാത്ത്. ഏത് വഴിയിലൂടെയാണോ അത് വന്നത്, 1 നിന്ന് 2ലേക്ക് വന്നത്, അതേ പാത്തിലൂടെ എന്ത് വേണം, റിട്ടേൺ വരണം, 2 നിന്ന് 1ലേക്ക് വരണം. ഓക്കെ, ഇനി 2 നിന്ന് 1ലേക്ക് വന്നാൽ മാത്രം പോരാ, വിത്തൗട്ട് ലീവിങ് എനി ട്രേസ്. അതായത് നമ്മളിങ്ങനെ ഒരു പ്രോസസ്സ് നടന്നതിന് എന്നതിനുള്ള ഒരു തെളിവും ബാക്കി വെക്കാതെ എന്ത് വേണം, തിരിച്ച് 2 നിന്ന് 1ലേക്ക് വരണം. 1 നിന്ന് 2ലേക്ക് പോയി തിരിച്ച് 2 നിന്ന് 1ലേക്ക് വന്നാൽ ഇനീഷ്യലി എങ്ങനെ 1-ലുണ്ടായിരുന്നോ അതുപോലെ സിസ്റ്റം ഉണ്ടാവണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. നാച്ചുറലി ഒക്കർ ചെയ്യുന്ന മുഴുവൻ എന്തായിരിക്കും, ഇറിവേഴ്സിബിൾ ആണ്. കാരണം എല്ലാ കണ്ടീഷനെയും നമുക്ക് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, ഇതിൻ്റെ കൂടെ അഡീഷണലി വരുന്നതാണ് സൈക്കിൾ എന്ന് പറഞ്ഞ. ഓക്കെ, തെർമോഡൈനാമിക് സൈക്കിൾസ്. അതായത് ഞാൻ പറയുന്നു, 1 എന്നുള്ള പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രോസസ് നടന്നു, 1 നിന്ന് 2ലേക്ക് എത്തി, തിരിച്ച് 2 നിന്ന് 3ൽ വേറൊരു പ്രോസസ് ആണ്, 3 നിന്ന് 4ലേക്ക് വേറൊരു പ്രോസസ് ആണ്, 4ൽ നിന്ന് തിരിച്ച് 1ലേക്ക് എത്തി. ഓക്കെ, എ സീരീസ് ഓഫ് പ്രോസസ്സുകൾ നടന്നിട്ട് അവസാനം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ, ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ അതിനെ ഞാൻ എന്ത് പറയും, തെർമോഡൈനാമിക് സൈക്കിൾ. ഓക്കെ, തെർമോഡൈനാമിക് cycles. Okay, if the initial state and final state are same, okay, if the initial state and final state are same, then we call it as thermodynamic cycle. അപ്പോൾ ഇനി നമ്മളോട് പറയാൻ പോകുന്ന കാർനോട്ട് സൈക്കിൾ ആയാലും ഓട്ടോ സൈക്കിൾ ആയാലും ഒക്കെ എന്താണ്, തെർമോഡൈനാമിക് സൈക്കിൾസിന്റെ എക്സാമ്പിൾ ആണ്. വേരിയസ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇത് പറയുന്ന 1, 2, 3, 4 പ്രോസസ്സുകൾ ഉണ്ടല്ലേ, ഈ ഓരോ പ്രോസസ്സുകളും മാറുന്നതിനനുസരിച്ച് എന്താണ്, സൈക്കിൾസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ബേസിക്കലി എല്ലാ സൈക്കിൾസിൻ്റെയും ഉദ്ദേശം എന്താണ്, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന എല്ലാ സൈക്കിൾസിൻ്റെയും ഉദ്ദേശം എന്താണ്, പവർ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, പവർ പ്രൊഡക്ഷൻ ആണ്, റൈറ്റ്, അല്ലെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ബേസിക്കലി എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മളിതിൽ കൊടുക്കുന്നതാണ് ഹീറ്റ് അഡീഷനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അല്ലേ, ഹീറ്റ് അഡീഷനാണ് ഇൻപുട്ടായിട്ട് വരുന്നത്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. ഓക്കെ, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ, ഓക്കെ, ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ ഇതിൽ നിന്ന് ഒരു സർട്ടൈൻ പോർഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ ഇതിന് ഒരു സർട്ടൈൻ പോർഷൻ, ഒരു 100 ജൂൾ കൊടുത്താൽ ഒരു 80 ജൂൾ എന്തായിട്ട് മാറും, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കി 20 ജൂൾ എന്തായും ഹീറ്റ് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പ്രോസസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇനീഷ്യലി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിലെ ഡിഫറൻസിനെയാണ് നമ്മളിത് പറയുന്നത് നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഈ വർക്ക് ഡൺ ആണ് നമ്മൾ എന്ത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വർക്ക് ഡൺ ആണ് നമ്മൾ ഔട്ട്പുട്ട്. ഇതാണ് ബേസിക്കലി നമ്മൾ എന്താണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇനീഷ്യലി ഹീറ്റ് സപ്ലൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വേണം അല്ലേ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് സപ്ലൈഡ് Q1 ആണെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ്
സപ്ലൈഡ് ആണ്. നമ്മൾ എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചാണ് വർക്ക് ഔട്ട്പുട്ട് വരിക. അപ്പം എത്രത്തോളം ഹീറ്റ് ഇൻപുട്ട് ചെയ്തു അതാണ് ഇൻപുട്ട്. ഇൻപുട്ട് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്, ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്, അതാണ് വർക്ക് ഔട്ട്പുട്ട്. അപ്പോൾ അതാണ് ഞാൻ എന്ത് ചെയ്യണം, ഹീറ്റ് സപ്ലൈഡ് എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്, ഐസോതേർമലിയാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള ഇക്വേഷൻ ആണത് ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷൻ ആണ് P1 V1 ln V2 by V1. ഓക്കെ, P1 V1 ln V2 by V1. ഇനി ഹീറ്റ് റിജക്റ്റഡ് 1 to 2 എന്നുള്ള പ്രോസസ്സുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ. ഇതാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് 1 to 2. ഇത് 2 to 3 അഡിയബാറ്റിക്, ഇത് 3 to 3 4 ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ, ദിസ് ഇസ് 4 to 1 അഡിയബാറ്റിക്. സോ 1 to 2 എന്നുള്ള പ്രോസസ്സിലും 1 to 2ലും 3 to 4ലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നു, ഇവിടുന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതും ഐസോതെർമൽ പ്രോസസ്സാണ്, ഇതും ഐസോതെർമൽ പ്രോസസ്സാണ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, P1 V1 ln V2 by V1. സോ ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു P1 V1 ln V2 by V1. ബേസിക്കലി നമുക്കറിയാവുന്ന ഒരു റിലേഷൻ ആണ് PV ഈക്വൽ ടു MRT, റൈറ്റ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, P1 V1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, MRT1 എഴുതാം. സോ MRT1 ln V2 by V1. സിമിലർലി ഹീറ്റ് റിജക്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, P3 V3 ln V3 by V4 എന്ന് പറയുന്നത്. ഓക്കെ, സോ P3 V3 ഈക്വൽ ആയിരിക്കും എന്ത്, MRT3. നമുക്ക് എന്ത് ചെയ്യാം, MRT3 ln V3 by V4. അപ്പോൾ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് ഞാൻ പറഞ്ഞു, ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഓക്കെ, സോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും, MRT1 ln V2 by V1 മൈനസ് MRT3 ln V3 by V4 ഈസ് ഡിവൈഡ് ബൈ MRT1 ln V2 by V1 എന്ന് പറഞ്ഞു, റൈറ്റ്. ഇനി നോക്കിയേ, V3 by V2 by V1 എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് V3 by V4 ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈറ്റ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും എന്തിനോട് മാറ്റാം, MRT1 ln V2 by V1 ln V2 by V1 3 ബേസ് എന്ത് ചെയ്തും ln V2 by V1 വരും. അതെന്താവും, ഇതിൽ ln V2 by V1 കോമൺ ആണ് അല്ലേ, അത് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും, MR ln V2 by V1 ഇൻറ്റു T1 മൈനസ് T3. ഇവിടെ കോമണിൽ എന്തുണ്ട്, MRT1 ln V2 by V1 ഉണ്ട്, കറക്റ്റ്. നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം, MR ln V2 by V1 താഴെയും മുകളിലും കോമൺ ആണ് അല്ലേ. ഫൈനലി അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിലേഷൻ T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1 കിട്ടും, T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T3 ബൈ T1 അല്ലെങ്കിൽ 1 മൈനസ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി മൈനസ് ഡിവൈഡ് ബൈ ഹോട്ട് ബോഡി എന്ന് എഴുതാം. ഓക്കെ, ജനറലി ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, T1 എന്നും കോൾഡ് ബോഡീനെ T2 എന്നും എടുത്താൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് T2 ബൈ T1 ആയിരിക്കും, 1 മൈനസ് T2 ബൈ T1 ആയിരിക്കും. ഓക്കെ, അതാണ് ഒരു കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി കാണാൻ. ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം നോക്കാം. ഡ്യൂറിങ് എ കാർനോട്ട് സൈക്കിൾ ദ വർക്കിംഗ് ഫ്ലൂയിഡ് റിസീവ്സ് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 317 ഡിഗ്രി സെൽഷ്യസ്. സോ ദാറ്റ് ഈസ് എന്താണെന്ത്, T1. നമ്മളെപ്പോഴും പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമുക്ക് തരിക, പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കാൽവിനിലാണ്. നമ്മളതിനെ കാൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കാൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂവിനെ 273 കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കാൽവിനിലുള്ള ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ T1 ആദ്യം എന്ത് ചെയ്തു, കാൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് റിജക്ട്സ് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 22 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ T2 എന്ന് കിട്ടി. ഫൈൻഡ് തിയററ്റിക്കൽ എഫിഷ്യൻസി ഓഫ് സൈക്കിൾ എന്ന് പറയുന്നതാണ് 1 മൈനസ് T2 ബൈ T1. ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, ഡയറക്ട്ലി എഫിഷ്യൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാം, റൈറ്റ്.